ആശങ്കയിലാണ് കന്യാസ്ത്രീകളുടെ കുടുംബം. നീതി ലഭിക്കണമെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. കണ്ണൂർ ഉദയഗിരിയിലെയും എറണാകുളം അങ്കമാലിയിലെയും കന്യാസ്ത്രീകളുടെയും വീടുകളിൽ സഭാധ്യക്ഷന്മാരും മന്ത്രിമാരും അടക്കമുള്ള ജനപ്രതിനിധികളും സന്ദർശനം നടത്തി. കണ്ണൂർ ഉദയഗിരി സ്വദേശിയാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്. നിയമ സംവിധാനത്തിൽ വിശ്വാസമുണ്ടെന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം. സിസ്റ്ററിനെയും ഈ പിള്ളേരെയും കൂടെ കണ്ടു. ഇവരൊരെണ്ണെ ഇപ്പം അങ്ങ് തീരുമാനിച്ചു ഇവരെ മതപരിവർത്തനത്തിന് കൊണ്ടുപോവുക എന്നങ്ങ് തീരുമാനിച്ചു. പക്ഷേ അവരന്വേഷിച്ച് വന്നപ്പോഴല്ലേ ഇവർ മാറ്റേണ്ട കാര്യമില്ല. CSIക്കാർ കത്തോലിക്കർ ഇത് തന്നെ പെട്ടതാണെന്ന് മനസ്സിലാകുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓരോ വിവരം കൂടെ അറിഞ്ഞിട്ട് എല്ലാവരും ആലോചിച്ച് വേണ്ടുന്നത് ചെയ്യും. സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ കുടുംബാംഗങ്ങളെ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി സന്ദർശിച്ചു. ഇപ്രകാരമുള്ള ന്യൂനപക്ഷ മതങ്ങളെയും ആ മതത്തിൻ്റെ വിശ്വാസികളെയും തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ചില സംഘടനകളും പ്രസ്ഥാനങ്ങളും ഉത്തരേന്ത്യയിൽ ശക്തി പ്രാപിക്കുന്നുണ്ട്. പക്ഷേ അവരെ നിലയ്ക്ക് നിർത്താൻ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 30 വർഷമായി മിഷണറി പ്രവർത്തന രംഗത്തുണ്ട് എറണാകുളം അങ്കമാലി സ്വദേശിയായ സിസ്റ്റർ പ്രീതി മേരി. നമ്മൾ പുറമേ നിന്ന് ഈ നോർത്ത് ഇന്ത്യൻസിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് അത്രയും ഭീകരത മനസ്സിലാകരുത്. പക്ഷെ നമ്മുടെ സ്വന്തത്തിൽ ഒരാൾക്ക് വന്നപ്പോഴാണ് ഇത്രയും ഭീകരമാണ് അവിടുത്തെ അവസ്ഥ എന്ന് മനസ്സിലാക്കുന്നത്. അവർ കറക്റ്റായിട്ട് ആ കുട്ടികളുടെ പ്രൂഫ് അവർ പേരൻസിനെ വിളിച്ചു എന്ന് പറഞ്ഞു, അവരുടെ പെർമിഷനോടെ പോയി എന്ന് പറഞ്ഞു. എന്നിട്ടും അത് കേസെടുത്തു. അതെന്തുകൊണ്ട്? നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അതിനെതിരെ നമുക്ക് ശക്തമായിട്ട് പോരാടുക തന്നെ ചെയ്യണം. ഞങ്ങളുടെ ചേച്ചിക്ക് എന്തായാലും നീതി കിട്ടുക തന്നെ വേണം. സീറോ മലബാർ സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് എന്നിവർ സിസ്റ്റർ പ്രീതി മേരിയുടെ കുടുംബാംഗങ്ങളെ കണ്ടു. മന്ത്രിമാരായ P. രാജീവ്, റോഷി അഗസ്റ്റിൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലെത്തി. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം 24 കണ്ണൂർ.